ശിവാനി. രചന, അവതരണം ഋതു. അവളുടെ ശരീരമാകെ കിടുങ്ങിക്കൊണ്ടിരുന്നു. ഉണ്ണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തു പറഞ്ഞാലും പ്രശ്നമില്ല. പക്ഷേ എന്തൊക്കെ പ്രവർത്തിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതോർത്ത് പേടിയോ പരവേശമോ എന്തൊക്കെയോ അവളുടെ ഉള്ളിലേക്ക് വന്നു. ഡോറിൻ്റെ ഹാൻഡിൽ കൈവച്ചതും വാതിൽ തുറന്ന് ഒരു കൈ വന്നവളെ വലിച്ച് അകത്തേക്കിട്ടു. അവൾ ഒന്ന് വിറച്ചു. കാല് നിലത്തുറയ്ക്കാതെ പിറകിലേക്ക് വീഴാനാഞ്ഞതും ഉണ്ണി വേഗത്തിൽ വന്ന് താങ്ങിപ്പിടിച്ചു. രണ്ട് കൈയും മാറോട് കൂട്ടിപ്പിടിച്ച് കണ്ണടച്ച് നിൽക്കുകയാണ് അവൾ. ഹൃദയമിടിപ്പ് നിമിഷം തോറും കൂടി വരുന്നുണ്ട്. അപ്പുറത്ത് നിന്ന് അനക്കമൊന്നും കേൾക്കാതെ വന്നപ്പോൾ ശിവാനി പതിയെ കണ്ണു തുറന്നു. കൊളുത്തി വലിക്കുന്ന നോട്ടത്തിൽ മുഖം പെട്ടെന്ന് കുനിഞ്ഞുപോയി. നേരെ നോക്കടി. പതുക്കെയാണെങ്കിലും ദേഷ്യത്തിൽ തന്നെയായിരുന്നു പറഞ്ഞത്. അവൾ പെട്ടെന്ന് മുഖമുയർത്തി. നീ എന്താ എന്നോട് പറയാതിരുന്നേ? എന്ത്? ഉണ്ണി ശ്വാസം വലിച്ച് കണ്ണുകൾ അടച്ചു. ശിവ, വെറുതെ എന്നെക്കൊണ്ട് വഴക്ക് പറയല്ലേ ഉണ്ണിയേട്ടാ, എനിക്ക് പേടിയാവുന്നുണ്ട്. അവൾ വിതുമ്പി തുടങ്ങിയിരുന്നു. ഞാൻ നിന്നെ ഇപ്പോൾ വഴക്ക് പറഞ്ഞോ? ഡി, പറഞ്ഞോന്ന്. ഉണ്ണി ശബ്ദം ഒന്ന് ഉയർത്തി. പിന്നെ ഇപ്പം പറയുന്നത് എന്താ? അവളുടെ മുഖം ആകെ ചുവന്നു. അവൻ അവളിൽ നിന്ന് കുറച്ചൊന്ന് മാറി കൈവിരലുകൾ കൊണ്ട് നെറ്റിയിൽ കുത്തിക്കൊണ്ടിരുന്നു. അവൻ എന്താ നിന്നോട് പറഞ്ഞത്? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. ശിവാനി ഇടർച്ചയോടെ അവൻ്റെ മുഖത്ത് നോക്കി. അവൻ എന്ത് ധൈര്യത്തിലാ എൻ്റെ മുന്നിൽ വന്ന്? വാക്കുകൾ പൂർത്തിയാക്കാതെ അവൻ തിരിഞ്ഞു നിന്നു. ദേഷ്യത്തിൽ ഷർട്ട് ഊരി നിലത്തിട്ടു. കയ്യിലെ വാച്ചഴിച്ച് ബെഡിലേക്ക് എറിഞ്ഞു. റൂമിലെ കണ്ണാടിയിൽ കൈ രണ്ടും ചേർത്ത് തല കുനിച്ചു നിന്നു. ശിവാനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി. അവളുടെ കാലുകൾ മുന്നോട്ട് ചലിച്ചു. ഉണ്ണിയുടെ പുറകിൽ ചെന്ന് നിന്നു. അവളുടെ സാമീപ്യം അറിഞ്ഞിട്ടും അവൻ അനങ്ങിയില്ല, തിരിഞ്ഞു നോക്കിയില്ല. മനോജിൻ്റെ നോട്ടം അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു. കണ്ണാടിയിൽ പതിഞ്ഞ കൈകൾ മുറുകി, മസിലുകൾ വലിഞ്ഞു, ഞരമ്പുകളെല്ലാം എടുത്തു നിന്നു. ആ മനസ്സിലെ സംഘർഷം തിരിച്ചറിഞ്ഞ ശിവാനി മറ്റൊന്നും ഓർത്തില്ല. പിറകിൽ നിന്ന് അവൻ്റെ പുറത്ത് മുഖമമർത്തി രണ്ട് കൈയും ചേർത്ത് ഇറുകെ പുണർന്നു. ഉണ്ണിയുടെ ശരീരത്തിലൂടെ മിന്നൽ പിണരുകൾ കൊളുത്തി വലിച്ച് പാഞ്ഞുപോയി. അവൻ്റെ ഹൃദയം തുടിച്ചു. പെണ്ണിൻ്റെ ശരീരത്തിലെ വിറയൽ അവനിലേക്ക് ഒരു പ്രവാഹം പോലെ ഒഴുകിയിറങ്ങി. അവൻ കണ്ണുകളടച്ച് സ്വയം നിയന്ത്രിച്ചു. ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, എന്നോട് പിണങ്ങല്ലേ. സാറ് എന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ കാണുമ്പോൾ ചിരിക്കും. ഒരിക്കൽ മാത്രം സംസാരിച്ചു. ഉണ്ണിയേട്ടൻ എന്നെ കോളേജിൽ കൊണ്ട് വിട്ടപ്പോൾ അതാരാണെന്ന് ചോദിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ സാറിനെ ശരിക്കും ഒന്ന് നോക്കിയിട്ട് പോലുമില്ല. പിന്നെ ഇന്ന് എന്തിനാ അങ്ങനെ വന്ന് പറഞ്ഞതെന്ന് നീക്ക് അറിഞ്ഞൂടാ ഉണ്ണിയേട്ടാ. പറഞ്ഞു കഴിയുമ്പോഴേക്കും വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു. തൊണ്ടയിടറി. ഒഴുകിയിറങ്ങിയ കണ്ണുനീർ അവൻ്റെ ശരീരത്തിൽ പടർന്നു ചുട്ടുപൊള്ളിച്ചു. തിരിഞ്ഞു നിന്ന് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി മുറുകെ പുണർന്നു. അവൾക്ക് ശരീരം നന്നായി വേദനിച്ചെങ്കിലും അടർന്നു മാറാൻ മാത്രം തോന്നിയില്ല. എനിക്കെന്തോ സഹിച്ചില്ലടി. അവൻ്റെ അമ്മയുണ്ടായതുകൊണ്ടാ, അല്ലെങ്കിൽ നല്ല ജീവനോടെ ഈ പടി കടക്കില്ല. ശിവാനി മുഖമുയർത്തി അവനെ നോക്കി. എൻ്റെ കോളേജിലെ സാറാ, എനിക്കത് കോപ്പാ. വിടാവൂ എന്നെ. അവൾ ചിണുങ്ങി. എന്തിനാ? അവൾ പല്ല് കടിച്ച് കണ്ണുകൾ തുറന്നു. വേദനിക്കുന്നു. എന്താ വേദനിക്കുന്നേ ശിവ? അത്രയും സമയത്തുള്ള അവൻ്റെ മുഖഭാവം മാറി അവിടെ കുസൃതി നിറഞ്ഞു. ഒന്നുമില്ല. പറ ശിവ, എന്താ വേദനിക്കുന്നേ? അവളുടെ ശരീരം ഒന്ന് വിറച്ചു. അതറിഞ്ഞതും ഉണ്ണി അവളിലെ മുറുക്കം ഒന്നയച്ചു. ശിവാനി ശ്വാസമെടുത്ത് നെഞ്ചിൽ കൈവച്ചു. അത് കണ്ട് അവൻ മീശ കടിച്ച് ചിരിച്ചു. ഞാൻ പോട്ടെ? അവൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടും വെറുതെ ചോദിച്ചു. പോയിട്ടെന്തിനാ? ഇവിടെ നിൽക്ക്, എൻ്റെ അടുത്ത് നിൽക്ക്. അവൻ അവളുടെ കയ്യിൽ വിരൽ കോർത്ത് ചുമരിനോട് അടുപ്പിച്ചു നിർത്തി.
നേരത്തെ അങ്ങനെ പറഞ്ഞത് വെറുതെ അല്ലേ? അവൾ ഒന്ന് ആലോചിച്ച് ചോദിച്ചു. എങ്ങനെയൊക്കെ പറഞ്ഞത്? അത് കല്യാണം അടുത്ത ആഴ്ചയാണെന്ന് പറഞ്ഞത് വെറുതെ ആണെന്ന് തോന്നിയോ? അങ്ങനെ വെറുതെ പറയേണ്ട കാര്യമാണോ അത്? അവളല്ലെന്ന് ചുമൽ കുലുക്കി. പിന്നെ എന്താ അങ്ങനെ തോന്നിയേ? ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ കഴുത്തിലാകെ ഉരസി. വിരൽ ചലിപ്പിക്കുന്നതിനനുസരിച്ച് അവൾ അടിമുടി കോരിത്തെരിച്ചു. പറ ശിവ, എന്താ അങ്ങനെ തോന്നിയേ? അടുത്ത ആഴ്ച കല്യാണം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവൻ്റെ വിരലുകൾ ഷോൾഡറിലെ ബനിയൻ്റെ തുമ്പിൽ ഉരസി നിന്നു. പിന്നെ അത് ചെറുതായി താഴോട്ട് നീക്കി. ശിവാനിയുടെ കണ്ണുകൾ പിടഞ്ഞു. വേണ്ട ഉണ്ണിയേട്ടാ. തളർന്നു പോകുമെന്ന് തോന്നിയപ്പോൾ അവൾക്ക് പറയാതിരിക്കാനായില്ല. അധികമൊന്നും ചെയ്യില്ലടി, പ്ലീസ് തടയല്ലേ, ഉണ്ണി കുറുകിക്കൊണ്ട് പറഞ്ഞു. അവൾ കണ്ണുകൾ അടച്ച് പിടിച്ച് കൈകൾ ചുരുട്ടി. ഉണ്ണി മറനീക്കി അവളുടെ ഷോൾഡറിൽ മുഖം ചേർത്ത് വെച്ചു. താടിരോമങ്ങൾ കുത്തിയിറങ്ങി. അവളിൽ നിന്നും ഒരേങ്ങലുയർന്നു. അത് കേട്ടവൻ്റെ ശരീരത്തിനും മനസ്സിനും ചൂട് പിടിച്ചു. വെളുത്ത ഷോൾഡറിൽ പല്ലുകൾ ചേർത്തമർത്തി കടിച്ചു വലിച്ചു. ശിവാനി വേദന കൊണ്ട് പുളഞ്ഞുപോയി. ചുരുട്ടിവെച്ച കൈകൾ അവൻ്റെ നെഞ്ചിലമർന്നു. രണ്ടുപേരും ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ടിരുന്നു. കടിച്ചെടുത്ത അവിടമാകെ നുണയുമ്പോൾ അവളുടെ ഗന്ധം അവൻ വലിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ചുവന്നു തിണർത്തുപോയ പാടുകളിലേക്ക് അവനൊന്ന് നോക്കി. വേദനിച്ചോ? അവളുടെ ചെവിയോരത്തായി മുത്തമിട്ടവൻ ചോദിച്ചു. മറുപടി പറയാതെ അവൻ്റെ നെഞ്ചിലേക്ക് അവൾ കൂടുതൽ ചേർന്ന് നിന്നു. ഇപ്പം മാറും, അതും പറഞ്ഞ് തൻ്റെ നാവുകൊണ്ട് പാടുകളിലാകെ അലഞ്ഞു നടന്നു. ശിവാനിക്കാകെ ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങിയിരുന്നു. വേണ്ട ഉണ്ണിയേട്ടാ, പറ്റുന്നില്ല എനിക്ക്. അവളുടെ ശബ്ദത്തിൽ പതർച്ച നിറഞ്ഞു. ഉണ്ണി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ചെറുതായി നനവ് പടർന്നിട്ടുണ്ട്. മുഖമാകെ ചുവന്ന് ചോര തുടച്ചെടുക്കാം. പല്ലുകൊണ്ട് ചുണ്ട് കടിച്ചു പിടിച്ചതുകൊണ്ടാവണം ചെറിയ പാടുകൾ അവിടെ കാണാം. നോക്കിയിട്ടും നോക്കിയിട്ടും അവന് മതിയായില്ല. ഉണ്ണി കണ്ണുകൾ ഇറുക്കി അടച്ച് നെഞ്ചിലായി കൈകൊണ്ടടിച്ചു. തിന്നാൻ തോന്നുന്നു ശിവ, വേദനിപ്പിച്ച് സ്നേഹിക്കാൻ തോന്നുന്നു, സഹിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ കണ്ണൊന്ന് നിറഞ്ഞു. അടുത്ത ആഴ്ച കല്യാണമാണ് ശിവ, എതിര് നിൽക്കരുത്. രജിസ്റ്റർ ചെയ്യാൻ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം തന്നെ കെട്ടിയനെ. ആരെയും വിളിക്കണ്ട കേട്ടോ. ഇവിടെയുള്ളവരും ശേഖരേട്ടനും കാർത്തിയും മതി. പിന്നെ നിൻ്റെ ഒരു ഫ്രണ്ടില്ലേ, അവളെ വിളിച്ചോ. ശിവാനിയെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അവൻ നെറുകയിൽ ചുംബിച്ചു. സമ്മതല്ലേ? അതേ എന്നവൾ തലകുലുക്കി. ശിവ, ഞാൻ കുറച്ചൊന്ന് സ്നേഹിച്ചോട്ടെ? അവളിലുണ്ടായ വിറയൽ അവൻ്റെ ശരീരത്തെ തൊട്ടു. വേണ്ട, എനിക്കെന്തോ പോലെ. അവരൊക്കെ താഴെയുണ്ട്, എന്തു വിചാരിക്കും? അതിനെന്താ, നീ എൻ്റെ അല്ലേ. ആരുണ്ടെങ്കിലും എനിക്കത് പ്രശ്നമല്ല. അവൻ അല്പം വാശിയോടെ തന്നെ പറഞ്ഞു. ടീച്ചറമ്മ എന്നെ കളിയാക്കി. ഉണ്ണി സംശയത്തോടെ നോക്കി. എന്തിന്? അവൾ ചെവിക്ക് താഴെ കഴുത്തിലായി വിരലോടിച്ചു. ഇത് കണ്ടിട്ട് അവനൊന്ന് ചിരിച്ചു. അവന് അമ്മ പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. ഒരു കാര്യം ചെയ്യാം, ഇതൊക്കെ ആരെങ്കിലും കണ്ടാലല്ലേ കുഴപ്പമുള്ളൂ. ഇനി ആരും കാണാത്ത ഭാഗത്ത് കടിക്കാം, അപ്പം പ്രശ്നമില്ലല്ലോ. അവൻ മുഖം ചെരിച്ച് അവളെ നോക്കി. ആദ്യം മനസ്സിലാവാത്ത പോലെ നിന്നെങ്കിലും കേട്ടത് വീണ്ടും ഓർത്തുകൊണ്ട് അവനെ നോക്കി കണ്ണുമിഴിച്ചു. അങ്ങനെയൊന്നും വേണ്ട കേട്ടോ, ഞാൻ പോവുക. അവൾ കുതറി മാറിക്കൊണ്ട് ഡോറിനടുത്തേക്ക് ഓടി. ലോക്ക് തുറന്നു. എന്നാൽ അവൾക്ക് മുകളിലേക്ക് കൈ എത്തിയില്ല. അവൾ ഏന്തി വലിച്ചു നോക്കി. കഴിയുന്നില്ല. താൻ ഇത്രയും ചെറുതാണോ? അവൾക്ക് ആദ്യമായി തൻ്റെ ഹൈറ്റിനെ കുറിച്ച് ഓർത്ത് ദേഷ്യം വന്നു. അവൾ ഡോറിൽ നെറ്റ് ചേർത്ത് വെച്ചു. പെട്ടുപോയെന്ന് മനസ്സിലായി. ശിവാനി പതിയെ തിരിഞ്ഞു നോക്കി. അടുത്തേക്ക് കള്ളച്ചിരിയോടെ വരുന്ന ഉണ്ണിയെ കണ്ടു. അവൾ വാതിലിനോട് ചേർന്ന് അള്ളിപ്പിടിച്ചു നിന്നു. മുട്ടിന് താഴെ എത്തുന്ന സ്കേർട്ടും ബ്ലാക്ക് കളർ ബട്ടൺസുള്ള ബനിയനുമാണ് അവൾ ഇട്ടത്. സ്കർട്ടിൽ കൈ കൂട്ടിപ്പിടിച്ച് ഉമിനീര് ഇറക്കിക്കൊണ്ടവൾ നിന്നു.
ഓടിപ്പോകുന്നില്ലേ ശിവ? അടുത്തു വന്നുകൊണ്ട് അരക്കെട്ടിലൂടെ ചേർത്തവൻ ചോദിച്ചു. മിണ്ടാൻ പറ്റുന്നില്ല. തൊണ്ടയൊക്കെ വരണ്ടു പോകുന്നു. ഡ്രസ്സിനുള്ളിലൂടെയൊക്കെ വിയർപ്പൊഴുകി പോകുന്ന വഴി ശിവാനിക്ക് ശരിക്കറിയാൻ കഴിഞ്ഞു. നെഞ്ചു പിടച്ചു. മാറിടമൊക്കെ ശക്തിയിൽ ഉയർന്നു താണു. അവൻ ശിവാനിയുടെ ബനിയൻ കുറച്ചൊന്നുയർത്തി 2 കൈകൊണ്ടും വയറിലായി തടവി. വിയർത്തല്ലോ പെണ്ണെ. വയറിലെ നനവിലേക്ക് വിരലോടിച്ചുകൊണ്ടവൻ കുറുകി. അതുപോലെ ശിവാനിയെ എടുത്തുയർത്തി. തടയണമെന്നുണ്ടെങ്കിലും അതിനൊന്നും അവൾക്ക് ശക്തിയുണ്ടായിരുന്നില്ല. ഉണ്ണി ശിവയെ എടുത്ത് ബെഡിലേക്ക് കിടത്തി. ഒന്നും പറയാനില്ലേ ശിവ? ഉണ്ണി അവൾക്ക് ഇരുവശവുമായി കൈകുത്തി ഉയർന്നു നിന്നു. അവൻ്റെ കഴുത്തിലെ മാല ഇളകിയാടി. അതവൾ കൗതുകത്തോടെ കയ്യിലെടുത്ത് നോക്കി. ശിവ, എന്നെ നോക്കടി. ഉണ്ണി കുറുമ്പോടെ വിളിച്ചു. ഞാനൊന്ന് കടിച്ചോട്ടെ? ശിവ അവൻ്റെ ചോദ്യത്തിൽ മാലയിലുള്ള പിടിവിട്ടു. കണ്ണുമിഴിച്ചുകൊണ്ട് അവനെ നോക്കിയപ്പോൾ ആ കണ്ണിൽ നുരഞ്ഞു പതഞ്ഞ വികാരം അവൾക്ക് വേർതിരിച്ചെടുക്കാനായില്ല. ചുണ്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എനിക്ക് വേദനയ്ക്ക് ഉണ്ണിയേട്ടാ. അവരൊക്കെ കാണും. വേണ്ട കേട്ടോ. നിഷ്കളങ്കമായി അത് പറഞ്ഞപ്പോൾ ഉണ്ണിക്കവളെ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ തല കുടഞ്ഞു പോയി. അവിടെയല്ല ശിവ, കണ്ണുകളിൽ കൊളുത്തി വലിച്ചവൻ പറഞ്ഞു. സംശയത്തോടെ അവൾ നോക്കി. ഉണ്ണി ആ മുഖത്തേക്ക് നോക്കി തൻ്റെ ചുണ്ട് കടിച്ചു പിടിച്ചു. ഞാൻ ഇവിടെ കടിച്ചോട്ടെ? തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് വലത്തെ മാറിടത്തിൽ ഒന്ന് അമർത്തിക്കൊണ്ടവൻ വിവശനായി. ശിവാനി ഒന്ന് പിടഞ്ഞു. അവൾ 2 കൈയും അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിറകോട്ട് തള്ളി. അവനത് അറിഞ്ഞതുപോലുമില്ല. വേണ്ട കേട്ടോ, ഇതൊന്നും പാടില്ല. എന്നെ വിട്ടേ. ആ വാതിൽ തുറന്നതാ. അവൻ പറ്റില്ലെന്ന് തല ചലിപ്പിച്ചു. ശിവ, നിനക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ എല്ലാവരും കാണുന്നിടത്തൊക്കെ ഞാൻ കടിക്കും, അല്ലെങ്കിൽ ഇവിടെ മാത്രം ഞാൻ കടിക്കും. അവിടെ ഒരു മറുകില്ലേ, ഇച്ചിരി താഴെയായി, അവിടെ. പറ, എന്താ വേണ്ടേ? ശിവ കൈകൊണ്ട് തൻ്റെ മാറിടം മറച്ചു വെച്ചു. ഹൃദയമിടിപ്പ് നിയന്ത്രിക്കാനാകാതെ ക്രമാതീതമായി പിടിച്ചു. മുഖത്തേക്ക് ചോര ഇരച്ചു കയറി. ഉണ്ണിയുടെ മുഖം താണു വന്നു. അവൾ പെട്ടെന്ന് ആ മുഖം കൈകളിൽ താങ്ങി തടഞ്ഞു. വേണ്ടെന്ന് തല ചലിപ്പിച്ചു. ചുണ്ടുകൾ വിറച്ചു പോയിരുന്നു. അവളുടെ ഉള്ളം കൈയിൽ അമർത്തി ചുംബിച്ചു. ഒരു കൈകൊണ്ട് അവളുടെ 2 കൈയും മുകളിലേക്ക് ഉയർത്തി തലയണയിൽ ചേർത്ത് വെച്ചു. ഇനി തടഞ്ഞിട്ട് കാര്യമില്ല എന്ന് ശിവാനിക്ക് തോന്നി. മുഖം ചെരിച്ച് കണ്ണുകൾ ഇറക്കി അടച്ചു കിടന്നു. ഉണ്ണി പതിയെ ഡ്രസ്സിന് മുകളിലൂടെ മുഖം അമർത്തി അവളുടെ ഗന്ധം വലിച്ചെടുത്തു. എന്തൊരു മണാ ശിവ. കണ്ണുകൾ കൂടുതൽ മുറുകി. വയ്യ, ആ വാക്കുകളൊന്നും കേൾക്കാൻ വയ്യ. തളർന്നു പോകുന്നു. ശിവാനി കാൽവിരൽ കോർത്തു പിടിച്ച് ബെഡിനോട് ചേർത്തമർത്തി. ഉണ്ണി പല്ലുകൾ കൊണ്ട് ബനിയൻ്റെ മുകളിലെ ബട്ടൺ ഊരാൻ ശ്രമിച്ചു. കഴിയാതെ വന്നപ്പോൾ അവനത് കടിച്ചു പൊട്ടിച്ചു. അവളുടെ നല്ല ജീവൻ അങ്ങ് പോയി. പാതി തുളുമ്പി നിന്ന അവളുടെ വലതു മാറിടത്തിലെ മറുകിന് വേണ്ടി അവൻ്റെ കണ്ണുകൾ അലഞ്ഞു. ഒരു കൈകൊണ്ട് ബനിയൻ വലിച്ചു താഴ്ത്തി. ശിവാനിയുടെ കൈകൾ ബെഡ്ഷീറ്റിൽ അമർന്നു. ഒരു കുഞ്ഞു പൊട്ടുപോലെ കൊതിപ്പിച്ചു നിൽക്കുന്ന മറുക് കണ്ടവൻ്റെ കണ്ണുകൾ തിളങ്ങി. ശിവ, വേദനിക്കും. മുന്നറിയിപ്പ് നൽകിയപ്പോൾ അവളുടെ ഉള്ളം പിടഞ്ഞു. കണ്ണുകൾ വലിച്ചു തുറന്നവനെ ദയനീയമായി നോക്കി. ആ ചുണ്ടുകളിൽ നിറയെ പ്രണയമായിരുന്നു. ആ മറുകിൻ്റെ വശ്യത അവനെ വലിച്ചടുപ്പിച്ചു. ചുണ്ടുകളുടെ നനവ് അവിടെയാകെ പടർന്നപ്പോൾ ശിവാനിയുടെ ശരീരം ഒന്നാകെ ഉലഞ്ഞുപോയി. വേദനിപ്പിക്കുക ശിവ. അതും പറഞ്ഞവൻ പല്ലുകൾ ചേർത്ത് കടിക്കാൻ തുടങ്ങിയതും ഡോറിലായി ആരോ ശക്തമായി അടിക്കാൻ തുടങ്ങി. പ്രണയാർദ്രമായ മുഖം രക്തം നിറഞ്ഞ് ചുകന്ന് ക്രുദ്ധമായി തീർന്നു. ദേഷ്യം കൊണ്ടവൻ്റെ മീശത്തുമ്പ് വരെ വിറച്ചു. പല്ലുകൾ കൂട്ടിപ്പിടിച്ചു. ഡാ ചെക്ക, തുറക്കടാ. ആ കൊച്ചിനെ കൊന്നോ? വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ? ഉണ്ണി! ടീച്ചർ വാതിൽ അടിച്ചു പൊട്ടിക്കുകയാണ്. അവൻ്റെ മുഖം കണ്ട് പേടി തോന്നിയെങ്കിലും ആ സാഹചര്യത്തിലും അവൾ പൊട്ടിച്ചിരിച്ചുപോയി. ഉണ്ണി അവളെ രൂക്ഷമായി നോക്കി. എന്താടി ചിരിക്കുന്നേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇവൻ ഇതിനകത്ത് എന്തു ചെയ്യുക? ടീച്ചർ നന്ദനയോടാണെന്ന് തോന്നുന്നു ആവലാടിപ്പെടുന്നുണ്ട്. അമ്മയായിപ്പോയി, അല്ലെങ്കിൽ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളിൽ നിന്ന് മാറി എഴുന്നേറ്റ് ഒരു ഷർട്ട് എടുത്തിട്ടു.
ശിവാനി പിടഞ്ഞുകൊണ്ട് ഡ്രസ്സ് നേരെയാക്കി. അപ്പോഴാണ് മുകളിലത്തെ പൊട്ടിയ ബട്ടൺ കാണുന്നത്. ടീച്ചറമ്മയ്ക്ക് പറയാൻ ഒരു കാരണമായി. ശിവാനി മുഖം അമർത്തി തുടച്ച് മാറി നിന്നു. ഉണ്ണി ഡോർ തുറന്ന് മുന്നിൽ നിൽക്കുന്നവരെ രൂക്ഷമായി നോക്കി. ടീച്ചർ സാരിയുടെ മുന്താണി ഇടുപ്പിൽ തിരുകി ഒരു കൈകൊണ്ട് അരയ്ക്ക് കുത്തി അവനെ സംശയത്തോടെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കണ്ണുകൾ പായിച്ചു. നന്ദന കുറച്ച് നീങ്ങി നിന്ന് ചിരിക്കുന്നുണ്ട്. കഴിഞ്ഞോ? മുഖം കൂർപ്പിച്ചുകൊണ്ട് ടീച്ചർ ചോദിച്ചു. ഇല്ല, കുറച്ചുകൂടെ ബാക്കിയുണ്ടായിരുന്നു. ഷർട്ടിൻ്റെ കൈകൾ തെറുത്ത് കയറ്റുന്നതിനിടെ അവൻ പറഞ്ഞു. ശിവാനി തലയിൽ കൈവച്ചു. എൻ്റെ 2 മക്കളും താഴോട്ടൊന്ന് വന്നേ, അമ്മമാർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതും പറഞ്ഞ് ശിവാനിയെ ഒന്ന് നോക്കി കണ്ണിറുക്കി ടീച്ചർ നന്ദനയോടൊപ്പം താഴേക്ക് നടന്നു. ഇതുവരെ കാണാത്ത ഭാവങ്ങളായിരുന്നു ടീച്ചറമ്മയ്ക്ക്. ഉണ്ണിയേട്ടനും അതെ. ആകെ ഒരു മാറ്റം. അതൊക്കെ അവളിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിറച്ചു. ഇനി ഇവിടെ നിന്നിട്ട് എന്തിനാടി? വാ, താഴേക്ക് പോകാം. അവളുടെ കവിളിൽ നുള്ളിക്കൊണ്ട് കൈയും പിടിച്ച് നടക്കുമ്പോൾ 2 പേരുടെയും മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി വിടർന്നിരുന്നു.